കേരള രാഷ്ട്രീയത്തിൽ നിലപാടുകളുടെ കരുത്തുകൊണ്ട് വേറിട്ടു നിന്ന നേതാവാണ് ആര്യാടൻ മുഹമ്മദ് എന്ന കുഞ്ഞാക്ക. ആന പിടിച്ചാലും ഒതുങ്ങാത്ത കരുത്താണ് നിലമ്പൂർ തേക്കിന്റെ മേന്മ. അതേ നിലമ്പൂർ തേക്കിന്റെ കാതലിന്റെ കരുത്തുള്ള നിലപാടുമായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ആര്യാടൻ മുഹമ്മദ് എന്ന കുഞ്ഞാക്ക എന്നും നിലമ്പൂരിന് പകരം വയ്ക്കാത്ത നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിന്റെ 3ാം വർഷത്തിലും ആ ഓർമ്മകളിലാണ് നിലമ്പൂർ. 7 പതിറ്റാണ്ടുകാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന ആര്യാടൻ നിലമ്പൂറുകാർക്ക് സ്നേഹം നിറഞ്ഞ കുഞ്ഞാക്കയാണ്. 2-ലധികം തവണ മന്ത്രിയായും 10 വർഷത്തിലധികം നിലമ്പൂരിന്റെ MLA ആയിരുന്ന ആര്യാടൻ ഒരിക്കലും കാറിൽ MLA ബോർഡ് വെച്ച് യാത്ര ചെയ്തിട്ടില്ല. നാട്ടുകാർക്ക് എന്നെ അറിയാമെന്നും അതിന് കാറിൽ MLA ബോർഡ് വെക്കണ്ട എന്നുമായിരുന്നു ആര്യാടന്റെ വാദം. ഇന്നും ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ആർക്കും ഏത് പാതിരാത്രിക്കും കയറി വരാൻ സ്വാതന്ത്ര്യമുള്ള വീടാണ് നിലമ്പൂർ ചെട്ടിയങ്ങാടിലെ ആര്യാടൻ ഹൗസ്. വെറുമൊരു നേതാവ് മാത്രമായിരുന്നില്ല ആര്യാടൻ. ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലൂടെയാണ് കുഞ്ഞാക്ക ശ്രദ്ധേയപ്പെടുന്നത്. സാധാരണക്കാരോടും തൊഴിലാളികളോടും വലിയ സഹാനുഭൂതിയായിരുന്നു അദ്ദേഹത്തിന്. ജീവിതത്തുടനീളം സാധാരണക്കാരെയും തൊഴിലാളികളെയും സേവിക്കുന്ന കർമ്മം തുടർന്നു. പ്രതിസന്ധികളിൽ പതറാതെ കരുത്തും സാധാരണക്കാർക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളുന്ന പ്രവർത്തന ശൈലിയും അടിയുറച്ച മതേതര നിലപാടുമാണ് കുഞ്ഞാക്കയുടെ പ്രവർത്തന ശൈലി. നിലമ്പൂരിന്റെ ഇന്നത്തെ വളർച്ചയിലും വികസനത്തിലും ആര്യാടന്റെ മായാത്ത കയ്യൊപ്പുണ്ട്. വനവും പുഴകളും ചുറ്റപ്പെട്ട തുരുത്തായിരുന്ന നിലമ്പൂരിൽ ഗതാഗത സൗകര്യങ്ങളും വികസന വെളിച്ചവും എത്തിച്ചത് ആര്യാടനാണ്. നിലമ്പൂരിനെ താലൂക്ക് അടിസ്ഥാനമാക്കി ജില്ലാ ആശുപത്രി, KSRTC ഡിപ്പോ, ആഢ്യൻപാറ ജലവൈദ്യുതി പദ്ധതി, ഇക്കോ ടൂറിസം പദ്ധതികൾ, ഹൈഡൽ ടൂറിസം പദ്ധതികൾ എന്നിവയെല്ലാം ആര്യാടന്റെ വികസന നേട്ടങ്ങളിൽ തിളക്കം മാറുന്നവയാണ്. കേരളം കണ്ട ഏറ്റവും നല്ല വൈദ്യുതി മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. മലബാറിലെ വൈദ്യുതി ക്ഷാമം പരിഹരിച്ചതും വയനാട്ടിലെയും അട്ടപ്പാടിയിലെയും ആദിവാസി ഗ്രാമങ്ങളിൽ ആദ്യമായി വൈദ്യുതി എത്തിച്ചതും അദ്ദേഹമാണ്. ആര്യാടൻ മുഹമ്മദ് എന്ന വ്യക്തി ആര്യാടൻ ഉണ്ണിയുടെയും കതിയുമ്മയുടെയും 9 മക്കളിൽ രണ്ടാമനായി 1935 മെയ് 15 ജനിച്ചു. നിലമ്പൂർ ഗവൺമെന്റ് വനദേവൻ ഹൈസ്കൂളിൽ നിന്ന് വിദ്യാഭ്യാസം നേടി. അദ്ദേഹം സ്കൂൾ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു. ട്രേഡ് യൂണിയനിസത്തിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. 1959 വണ്ടൂർ ഫർക്ക കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അദ്ദേഹം രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. 1960 കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ DCC സെക്രട്ടറിയായി. 1962 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCC അംഗമായി. 1969 മലപ്പുറം ജില്ല രൂപീകരിച്ചപ്പോൾ അദ്ദേഹം DCC പ്രസിഡന്റായി. 1978 മുതൽ KPCC സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു. 1969 ജൂലൈ 28 കുഞ്ഞാലിക്കൊലക്കേസിൽ പ്രതിയായി ജയിലിൽ അടയ്ക്കപ്പെട്ടെങ്കിലും പിന്നീട് ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി. 1977 അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് വിജയിച്ച് ആദ്യമായി നിയമസഭയിലെത്തിയത്. 1980 EK നായനാർ നയിച്ച ഇടതുമുന്നണി മന്ത്രിസഭയിൽ വനം തൊഴിൽ മന്ത്രിയായി. 1987 മുതൽ 2011 വരെ നിലമ്പൂരിൽ നിന്ന് തുടർച്ചയായി വിജയിച്ചു. 1995 AK ആന്റണി മന്ത്രിസഭയിൽ ടൂറിസം മന്ത്രിയായും 2005 2011 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിൽ വൈദ്യുതി മന്ത്രിയായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. സാധാരണക്കാരെയും തൊഴിലാളികളെയും സേവിക്കുന്നതിൽ അദ്ദേഹം എന്നും മുൻപന്തിയിലായിരുന്നു. 1980 തൊഴിൽ മന്ത്രിയായിരിക്കെ തൊഴിലില്ലായ്മ വേതനവും കാർഷിക തൊഴിലാളി പെൻഷനുകളും നടപ്പിലാക്കിയത് അദ്ദേഹമാണ്. 2005 വൈദ്യുതി മന്ത്രിയായിരിക്കെ രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരൺ യോജന പ്രകാരം മലയോര മേഖലകളിൽ വൈദ്യുതി എത്തിച്ചു. 2011 മലബാർ മേഖലയിലെ വോൾട്ടേജ് അപര്യാപ്തത പരിഹരിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പിലാക്കി. വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ആദിവാസി കോളനികളിൽ വൈദ്യുതി എത്തിക്കുന്നതിലും അദ്ദേഹം മുൻകൈയെടുത്തു. നിലപാടുകളുടെയും മതേതരത്വത്തിന്റെയും പ്രതീകമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങൾ കേരള രാഷ്ട്രീയത്തിന് ഒരു പാഠശാലയായിരുന്നു. ജനാധിപത്യം, മതേതരത്വം, ദേശീയത എന്നീ ആധുനിക രാഷ്ട്രീയ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാനും സകലമാന ജനങ്ങളെയും പരിപാലിക്കാനും പ്രവർത്തിക്കാനും തൻ്റെ മതവിശ്വാസം പോലും തടസ്സമല്ല എന്ന ജീവിതം കൊണ്ട് തെളിയിച്ച മഹാനായ നേതാവാണ് ആര്യാടൻ മുഹമ്മദ്.